ഹായ് ഓൾ, ഞാൻ അനുദീപ്. എൻ്റെ ബാച്ചസ് 10th ലെവൽ, +2 ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, KAS ലെവൽ ബാച്ചസിലൊക്കെ ഞങ്ങൾ റെഗുലറായി റാങ്ക് ബൂസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസിന് അറിയാം. കാര്യം നമ്മൾ വെറുതെ ഫാക്റ്റുകൾ കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ എക്സാം ഹോളിൽ നമുക്ക് ആ ഫാക്റ്റുകൾ മാർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. യഥാർത്ഥത്തിൽ ഒരു എക്സ്ട്രാ മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ റാങ്ക് ബൂസ്റ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കണം. അവിടെ എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. ആഴത്തിലുള്ള പഠനം വേണം. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകൾ അല്ലെങ്കിൽ നെറ്റ് UGC പോലുള്ള പരീക്ഷകൾ, UPSCയുടെ ചോദ്യപേപ്പറുകൾ, ഇവിടെ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തേടി പഠിക്കണം. സോ അത്തരത്തിലുള്ള റാങ്ക് ബൂസ്റ്റർ ക്ലാസിന്റെ ഒരു സെഷൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചസിൽ എടുത്ത ഒരു റാങ്ക് ബൂസ്റ്റർ ക്ലാസ്സിന്റെ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇതിന് കൃത്യമായ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാര്യം ആഴത്തിൽ പഠിക്കുകയും അതിനോടൊപ്പം കുറച്ച് കറക്കി കുത്താനും കൂടെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇനിയുള്ള PSC പരീക്ഷകൾക്ക് നമുക്ക് രക്ഷയുള്ളൂ. പക്ഷേ ഇതിന് ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മാസം നിങ്ങളൊന്ന് കട്ടയ്ക്ക് കുത്തിയിരുന്ന് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ല, മെയിൻസ് അല്ല, ഇന്റർവ്യൂ അടക്കമുള്ള എല്ലാ സ്റ്റേജസും നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. 10th +2 ലെവൽ പരീക്ഷകളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പോലും ഈ സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് പോവുക. സോ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരം റയർ നോട്ടുകളും ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും ഒക്കെ അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്. പുതിയ പാറ്റേണിൽ ആഴത്തിൽ ഇറങ്ങി തന്നെ പഠിക്കാം, ആസ്വദിച്ച് പഠിക്കാം. താങ്ക് യു, ബൈ. നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സെഷനുമായി മീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് റാങ്ക് ബൂസ്റ്റർ സെഷൻ ആണ്. നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് സിലബസിന്റെ മുക്കും മൂലയും കവർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകൾ തന്നെ കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിനോടൊപ്പം കറക്കി കുത്താനുള്ള പെർഫെക്റ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. കറക്കിക്കുത്ത് എന്ന് പറയുമ്പോൾ ബൗദ്ധികമായ കറക്കിക്കുത്താണ്, കണ്ണടച്ച് ഒറ്റ കുത്ത് അതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ടത് കറക്കിക്കുത്താണ്. ഇന്നത്തെ ക്ലാസ് അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും അല്ല ഇതിലൊക്കെ എക്സ്പേർട്ട് ആണെങ്കിലും ഏത് കാറ്റഗറി വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുക. എന്റെ ഈ സെഷൻസ്, എന്റെ വീക്കിലുള്ള ഇത്തരം സെഷൻസിൽ ഒരു നോട്ട്ബുക്ക് എല്ലാവരും കൈ കരുതിയിരിക്കണം. ഇവിടെ പുതിയതായിട്ട് പറഞ്ഞ ഫാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്ത് പോകണം. ഒരു ക്ലാസ് കഴിയുമ്പം ഒരുപക്ഷെ 10 ഫാക്ടേ കാണത്തുള്ളൂ എക്സ്ട്രാ ആയിട്ട്. അതായത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടി വന്ന് 10 കാണത്തുള്ളൂ. ആ 10 നോട്ട് ഡൗൺ ചെയ്യുക. മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് 99.9% നോട്ട്സും PDF ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ എക്സ്ട്രാ വരുന്ന ചില കാര്യങ്ങൾ, ഇത്തരം കേസസിൽ ചില കാര്യങ്ങളെങ്കിലും കൃത്യമായി ലെക്ചർ നോട്ട് എഴുതി തന്നെ പോകണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളുടെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. ഈ തത്തമ്മയെ പൂച്ച ലെവലിലല്ല ഇനി PSC പഠിക്കേണ്ടത്. നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഞാൻ നിങ്ങളെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ചോദ്യങ്ങളിൽ കൂടെ, ഉത്തരങ്ങളിൽ കൂടെ, ചലഞ്ചസിൽ കൂടെ വേണം PSC ഇനി മുതൽ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സിവിൽ സർവീസസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പറൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ PSCയുടെ ചോദ്യപേപ്പർ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് നമുക്ക് ഒരു ഹയർ ലെവൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, താഴേക്കുള്ള സിസ്റ്റംസ് ഒക്കെ കൂടുതൽ ലളിതമാകും എന്നുള്ള പറയാറുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഇൻട്രോ പറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യപേപ്പർ കാണുമ്പോൾ കുറെ ആൾക്കാരുടെ ബോധം പോകും. അയ്യോ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്, ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം പണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു എക്സസൈസ് ഒരു മാസം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന് ഇമ്പാക്ട് മനസ്സിലാവാൻ പോകുന്നത്. മാജിക് ആണ് സംഭവിക്കുന്നത്, എക്സ്ട്രീം ലെവൽ ഓഫ് മാജിക് ആണ്. എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. കോമൺ സെൻസ് മാത്രം ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. കോമൺ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക് ആയിരിക്കാം, സ്റ്റിൽ അതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. 4 സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു കടുകട്ടി ചോദ്യം എന്ന് പെട്ടെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണിത്. പക്ഷെ ഇത് വളരെ ഈസി ആയ ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ത് വരുമോ നിങ്ങൾ നോക്കുക. ഇതിനു ശേഷം നമ്മൾ PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. UPSC ഒന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം, ഒന്ന് തലച്ചൊന്ന് വാമപ്പ് ആക്കി തരാം, പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ചോദ്യം എന്താണ്? ഷുഗർ കെയിൻ, എല്ലാവർക്കും ഷുഗർ കെയിൻ ഇഷ്ടമാണല്ലോ. കരിമ്പിൻ ജ്യൂസ് കുടിക്കാത്ത ആരുമില്ലെന്ന് വിചാരിക്കുന്നു.
ഈ ഷുഗർ കെയിനിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സസ്റ്റൈനബിൾ ഷുഗർ കെയിൻ ഇനിഷ്യേറ്റീവ് എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? സുസ്ഥിരമായത്. അതായത് എപ്പോഴും നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറയും അല്ലെ. സുസ്ഥിരമായ രീതിയിൽ, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അധികം ചൂഷണം ചെയ്യാതെ. ഇപ്പം ഇപ്പം പ്രോഫിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 ഏക്കർ സ്ഥലമുണ്ട്, അപ്പോൾ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ നശിക്കും, ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അതാണ് പ്രോഫിറ്റ് മോട്ടീവ് ഇന്റൻസീവ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാതെ, അല്ലെങ്കിൽ ജലസ്രോതസ് ഗ്രൗണ്ട് വാട്ടർ നശിക്കാതെ, ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ കണ്ടമാനം യൂസ് ചെയ്യാത്ത പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ പ്രോഗ്രാംസ് എന്ന് പറയാം. അപ്പൊ സസ്റ്റൈനബിൾ ഷുഗർ കെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് കരിമ്പ് വളർത്തുന്ന ഇനിഷ്യേറ്റീവ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന രീതി, എക്കോ ഫ്രണ്ട്ലി എന്നൊരു മീനിങ് കൂടെ അതിനുണ്ട്. അത്രയും ഡേറ്റ് വെച്ചിട്ട് ഉത്തരം എന്ത് വരും പറഞ്ഞേ? എല്ലാവരും ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ആക്കി. ഇപ്പൊ ആൽഫി കറക്റ്റ് ആൻസർ പറഞ്ഞു, വെരി ഗുഡ്. ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഇത്തരം ചോദ്യങ്ങൾ. അക്ഷയ് വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. യെസ്, ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യോ. സുധീർ വെരി ഗുഡ്, അനില ഗുഡ് ഗുഡ്, ഓക്കെ യെസ്. അപ്പോ നാൻസി വെരി ഗുഡ്. ഞാൻ കറക്റ്റ് ആൻസർ പറയുന്നവരുടെ പേരാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും പേഴ്സണൽ മെസ്സേജ് അയക്കുക, അനുദീപ് 1 എന്ന് പറഞ്ഞ ഐഡിയിലേക്ക് അയക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സസ്റ്റൈനബിൾ ഷുഗർ കെയിൻ ഇനിഷ്യേറ്റീവില് വിത്തിനങ്ങളുടെ വില വളരെ കുറവായിരിക്കും. അതായത് സാധാരണ കൃഷിയേക്കാൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വിത്തിനങ്ങളുടെ വില കുറവായിരിക്കും എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? സസ്റ്റൈനബിലിറ്റി മീൻസ് സുസ്ഥിരമായത് എന്നുള്ളതാണ് അർത്ഥം. വെരി ഗുഡ് ലക്ഷ്മി. സുസ്ഥിരമായത് എന്ന് വെച്ചാൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നായിരിക്കണം. അപ്പൊ അവിടെ ഇൻപുട്ട് കോസ്റ്റ്, വിത്തിന്റെ ആയിക്കോട്ടെ, വളങ്ങളുടെ, അതിന്റെ വില കൂടുതലായി കുറവായിരിക്കും. സുസ്ഥിരമായി എന്നും നിലനിൽക്കുന്ന രീതിയിൽ സെറ്റപ്പ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് വിത്തിനങ്ങളുടെ വില കൂടുതലായിരിക്കും കുറവായിരിക്കും? ഉറപ്പായും കുറവായിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാലല്ലേ പാവപ്പെട്ട കർഷകന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. സസ്റ്റൈനബിൾ മീൻസ് സുസ്ഥിരമായത്, സ്ഥിരമായി പോണം. ഭയങ്കര വിലയുള്ള വിത്തിനമാണെങ്കിൽ ആരെങ്കിലും ഇത് പോയി വാങ്ങിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതാണ് നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് പോട്ടെ, സസ്റ്റൈനബിൾ റൈസ് ഇനിഷ്യേറ്റീവ് ആണെന്നിരിക്കട്ടെ. അങ്ങനെ ഇനിഷ്യേറ്റീവ് ഇല്ല, സപ്പോസ് അങ്ങനെ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവും. സസ്റ്റൈനബിൾ ആയി നമ്മൾ എന്ത് പ്ലാൻ ചെയ്യണമെങ്കിലും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. കൊള്ള പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി സസ്റ്റൈനബിൾ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സസ്റ്റൈനബിലിറ്റി എല്ലാം എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറിഗേഷൻ ക്യാൻ ബി പ്രാക്ടീസ്ഡ് വെരി എഫക്റ്റീവ്ലി. ഡ്രിപ്പ് ഇറിഗേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട്. ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ജലസേചനം എന്നുള്ളതാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് ആയിട്ട് തുള്ളി ആയിട്ട് കറക്റ്റ് വെള്ളം വരും. നിങ്ങൾക്ക് ഡ്രിപ്പ് എന്നൊരു വാക്ക് അറിയുന്നത് വിട്ടേക്ക്. ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ചെടികൾക്കും ബാക്കിയുള്ളവർക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയാണ് ജലസേചനം. സി സസ്റ്റെയിൻ ഒരു കരിമ്പാണെങ്കിലും ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണോ? എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണോ? നിങ്ങൾക്ക് അതിന്റെ ഒരു കോമൺ സെൻസ് മനസ്സിലായോ? നിങ്ങൾ പോട്ടെ, ഷുഗർ കെയിൻ പോട്ടെ, സസ്റ്റൈനബിൾ തക്കാളി ഇനിഷ്യേറ്റീവ് അതാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാവോ? സുസ്ഥിരമായിട്ടുള്ള തക്കാളി കൃഷിക്ക് വിത്തിനങ്ങളുടെ വില കുറവായിരിക്കണം. സുസ്ഥിരമായിട്ടുള്ള തക്കാളി കൃഷിക്ക് മര്യാദയ്ക്ക് വെള്ളം കിട്ടണം. എഫിഷ്യന്റ് ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചനം വേണം. ഞാൻ ഫസ്റ്റ് തന്നെ കട്ടി ചോദ്യങ്ങൾ കൊണ്ടുതരുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇതിനേക്കാൾ ഈസിയാണ്, നമുക്ക് സെറ്റ് ആവും. ഇതിന്റെ ലോജിക്ക് കിട്ടിയാൽ മതി. നമുക്ക് എളുപ്പപ്പണി പറ്റത്തില്ല. തുടക്കത്തിൽ നമ്മൾ ഇത്തിരി കട്ടിക്ക് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ഇത് സെറ്റായ പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാണ്. അപ്പം സസ്റ്റൈനബിൾ കടുക് ഇനിഷ്യേറ്റീവ് മസ്റ്റാർഡ് അല്ലെ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാവും. ഞാൻ പറഞ്ഞ ലോജിക്ക് ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ഫസ്റ്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഇപ്പൊ ലോജിക്കിന്റെ ഒരു ക്രച്ച് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇതേ ലോജിക്ക് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനകത്തൊക്കെ വരുന്നത്. കോമൺ സെൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാൻ ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്ത് തരാം. സംശയം ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് സെറ്റ് ആണെങ്കിൽ ഇതേ ലോജിക്ക് വെച്ച് ചറവറാന്ന് നമുക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ സെറ്റ് ആക്കാൻ പറ്റും. ഇനി ഡൗട്ട്സ്, ബിഗിനേഴ്സിന്റെ കേസാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യമായിട്ട് ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ 2 ലോജിക്കും സെറ്റ് ആയോ? റിപ്പീറ്റ് ചെയ്യണോ? സുസ്ഥിരമായി നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിന് വിലക്കുറവായിരിക്കണം. കൃഷിയാണെങ്കിൽ മര്യാദയ്ക്ക് ജലസേചനം വേണം. സെറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തരട്ടെ. എഫിഷ്യന്റ് ഫെർട്ടിലൈസർ യൂസേജ്.
എഫിഷ്യന്റ് ആയിട്ട് വളം ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? എഫിഷ്യന്റ് ഫെർട്ടിലൈസർ യൂസ്, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തില്ല. ഞാനിപ്പം ഫാബ്രിക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സസ്റ്റൈനബിലിറ്റി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി, എല്ലാം സുസ്ഥിരമായി ബാലൻസ്ഡ് ആയിട്ട് പോകണം, അത് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയായേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ ഫസ്റ്റും സെക്കൻഡ് വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ബിയും ഡിയും. വേറൊരു മാജിക് ശ്രദ്ധിച്ചോ, രണ്ടിലും 4 ഉണ്ട്. അപ്പൊ 4 ശരിയാ. 4നെ പറ്റി നിങ്ങൾ ആലോചിച്ച് ബേജാറാവേണ്ട കാര്യം ഉണ്ടോ പിള്ളേരെ? ഒരുപക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ വന്ന് ഇന്റർ ക്രോപ്പിംഗ് എന്താന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ അത് അറിയണ്ട, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാന്നുള്ളത് ഈ 1 ഉം 2 ശരിയായപ്പോ അത് ശരിയായി ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനി നിങ്ങളുടെ മുമ്പുള്ള ചോദ്യം 3 ശരിയാണോ എന്നുള്ളത്. 3യിൽ പറയുന്നത് ഇതില് കെമിക്കൽ അല്ലെങ്കിൽ ഇനോർഗാനിക് അല്ലെങ്കിൽ രാസവളം ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നാണ്, അല്ലെ? ആദ്യത്തെ ഡൗട്ട് ചോദിച്ചു, ഞാൻ ജസ്റ്റ് ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നിങ്ങൾ നോക്കാട്ടോ. അപ്പൊ ആദ്യത്തെ ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിപ്പ് ഇറിഗേഷൻ സസ്റ്റൈനബിൾ അല്ലാത്ത സീഡ്സിൽ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ഇവിടെ ഇപ്പം സാമ്പാറിനകത്ത് ഉപ്പിടുന്നു, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതിന്റെ അർത്ഥം അവിയലിൽ ഉപ്പിടില്ല എന്നല്ലല്ലോ. നിങ്ങൾക്ക് അതിന്റെ ലോജിക് മനസ്സിലായോ? ഇത്തരം ഡൗട്ട്സ് അപ്പം തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം. അപ്പൊ സാമ്പാറിൽ ഉപ്പിടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സാമ്പാറിൽ മാത്രമേ ഉപ്പിടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ പറയുന്നത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അത്രേ പറയുന്നുള്ളൂ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ മാത്രമേ ഡ്രിപ്പ് ഇറിഗേഷൻ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് തെറ്റാണ്. മനസ്സിലായി? മാത്രം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ ഇല്ല. സാമ്പാറിൽ ഉപ്പുണ്ട്, ശരിയാണ്. സാമ്പാറിൽ മാത്രമേ ഉപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെറ്റായോ ആദിത്യ? ലോജിക്ക് ശരിയായോ? ആ ഒരു തലച്ചോറ് കറക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്ത് പോവാം. ഇത്ര എന്ത് ഡൗട്ട്സ് ഒന്നും ചോദിക്കാം. അയ്യോ ഞാൻ ഡൗട്ട് ചെയ്യുമ്പോൾ സില്ലിയായിട്ട് തോന്നുന്നു ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ബിഗിനിങ് ലെവലിലുള്ള എല്ലാവരും കൃത്യമായിട്ട് ഡൗട്ട് ചോദിച്ചിട്ട് പോവാം. യെസ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് പറയുന്നത് നമ്മളൊരു 100 ഏക്കർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നടത്തുന്നിരിക്കട്ടെ, അവിടെ കെമിക്കൽ ആൻഡ് ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കത്തില്ല അറ്റ് ഓൾ. വി വിൽ നോട്ട് ബി യൂസിങ് എനി കെമിക്കൽ ഓർ ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അറ്റ് ഓൾ എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആണ്. ചെയ്തു, വെരി ഗുഡ്, കറക്റ്റ് ലോജിക്കാണ് ചെയ്തു പറഞ്ഞത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആണ്. സി, ഇവിടെ രാസവളത്തിന്റെ ഉപയോഗം കുറവായിരിക്കും എന്നാണ് സമ്മതിക്കാം. ഇവിടെ പറയുന്നത് ഒരു തുള്ളി പോലെ അല്ലെങ്കിൽ ഉപയോഗിക്കത്തേ ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ പച്ചക്കറിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം കെമിക്കൽ അടിച്ചാണ് കേട്ടോ. എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് അവിടെ ഫാം നടത്തുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം കൊടൈക്കനാലിൽ പോയപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. ഞാൻ സ്ഥലം തുറന്ന് പറയുന്നില്ല. അപ്പം അവിടെ അവരുടെ മെയിൻ കൃഷി ഓർഗാനിക് പച്ചക്കറിയാണ്. പക്ഷെ അവരടിക്കാത്ത രാസവളം ഇല്ല, ഇടാത്ത ഫെർട്ടിലൈസർ ഇല്ല, യൂസ് ചെയ്യാത്ത പെസ്റ്റിസൈഡ്സും ഇല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മണ്ണും ഒക്കെ വാരി തേച്ചിട്ടാണ് നിങ്ങളുടെ കയറ്റുമതി ചെയ്യുന്നത്. സോ ഓർഗാനിക് ആണെങ്കിൽ പോലും നമ്മൾ പരിധി വരെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, അത് എന്താണെങ്കിലും. അപ്പൊ നിങ്ങൾ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നതിന്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരു പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ കെമിക്കൽ രാസ കീടനാശിനിയുടെ അളവ് കുറവായിരിക്കുമെന്നേ ഉള്ളൂ, സീറോ ആക്കാൻ പറ്റില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് ആദ്യമേ മനസ്സിലായാൽ നമുക്ക് ഒറ്റ ഒരു ഉത്തരം ബിയിലേക്ക് എത്താൻ പറ്റും. ഈ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഉത്തരവെത്തേണ്ടതാണോ? യെസ്, വെരി ഗുഡ്. റീമ വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചു. ഗ്രീൻ റെവല്യൂഷന്റെ സമയത്ത് നമ്മൾ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് അവിടെ ഉപയോഗിച്ച വിത്തനങ്ങളൊക്കെ ഉപയോഗിച്ചല്ലോ. അപ്പൊ അത് സസ്റ്റൈനബിൾ ആണോ? അല്ല. വെരി ഗുഡ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഗ്രീൻ റെവല്യൂഷൻ വാസ് നോട്ട് എ സസ്റ്റൈനബിൾ മോഡൽ. ഗ്രീൻ റെവല്യൂഷൻ വന്നതിന് ശേഷം വിത്തിനങ്ങളുടെ വില കൂടി. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ അടക്കമുള്ള കർഷകർ ആത്മഹത്യ ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം മരിക്കുന്ന കർഷകരുടെ എണ്ണം ഇത്ര, അല്ലെ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം ഇത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ വാസ് നോട്ട് എ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ മോഡൽ. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ സസ്റ്റൈനബിൾ മോഡൽ അല്ല. അത് കാരണം പ്രകൃതി നശിച്ചു, ആൾക്കാരുടെ ജീവിതം നശിച്ചു, കർഷകർ ആത്മഹത്യയിലേക്ക് പോയി. പഞ്ചാബ് ഹരിയാന ബെൽറ്റിൽ ക്യാൻസറും പടർന്നു. എന്തുകൊണ്ടാ? ഈ വെള്ളം വറ്റി 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 അവസാനം അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് പോയി. അവിടുത്തെ ആർസെനിക്കും നിക്കലും കൊബാൾട്ടും ഒക്കെയാണ് പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും വെള്ളത്തിലൂടെ വരും. അത് കുടിച്ച് അവിടുത്തെ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം സെറ്റാണോ? ഫസ്റ്റ് ചോദ്യത്തിന് അപ്പൊ അത് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും വേണം, കൂടുതൽ കറങ്ങി ഉത്തരം പഠിക്കണം, അല്ലെ? ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെങ്കിൽ പിന്നെ പോയിട്ട് ശരിക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അപ്രോച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ,
രണ്ടാമത്തെ ചോദ്യം അപ്രോച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി, അപ്രോച്ച് മാത്രം എടുത്താൽ മതി. ഇത് കറക്റ്റ് അതാണ്. ചില ചോദ്യങ്ങളിനകത്ത് ചിലപ്പോൾ നമുക്ക് കറക്കിക്കുത്ത് മാത്രം ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചില ചോദ്യങ്ങളിനകത്ത് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? എക്സാക്ട്ലി വിഷ്ണു, യെസ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ഇപ്പം ചോദിക്കുന്ന അതേ മാതൃകയുള്ള UPSC ചോദ്യമാണ്. നിങ്ങൾ PSCയുടെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോ, ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഉത്തരവുണ്ട്. ഇവിടെ നോക്കിയേ, if a wetland of international importance is brought under Montreux record, what does it imply? ഇത്രയും മനസാക്ഷിയുള്ള ചോദ്യാർത്ഥം നിങ്ങൾക്ക് എവിടെ കിട്ടും? വാട്ട് ഈസ് മോൺട്രക്സ് റെക്കോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടുപോയനെ. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, വെറ്റ്ലാൻഡ്, നമ്മുടെ ചതുപ്പ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ അടക്കമുള്ള തണ്ണീർത്തടങ്ങൾ ഈ റെക്കോർഡിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് ചോദ്യമായിട്ടുള്ളത്. അപ്പം ഈ സാധനം തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യകർത്താവ് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത്രയും ഈ രീതിയിലാണ് PSC ചോദ്യങ്ങളും. ഒരു കീവേഡ് അത് എന്താണെന്ന് ചോദ്യത്തിൽ പറയും, പിന്നാണ് ഓപ്ഷൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഇതില് ഈ B എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇത് നമുക്ക് കണ്ണടച്ച് എലിമിനേറ്റ് ചെയ്യാം. ഒരു തണ്ണീർത്തടത്തിനെ മോൺട്രക്സ് റെക്കോർഡിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ country in which the wetland is located should enact a law to prohibit any human activities within 5 kilometers on the edge of the wetland. അതായത് ഒരു സ്ഥലം തണ്ണീർത്തടമായിട്ട് പ്രഖ്യാപിച്ചു, ഈ മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യന്റെ ആക്ടിവിറ്റി അനുവദിക്കില്ലെന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഒരു പ്രസൻസ് ഒരു ആക്ടിവിറ്റിക്ക് സമ്മതിക്കില്ലെന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? ഫോറസ്റ്റ് ഓഫീസേഴ്സിനെങ്കിലും അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നോ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ലേ? പോട്ടെ, ഫോറസ്റ്റ് ഗാർഡുകൾക്ക് പോകാൻ പറ്റത്തില്ലേ? അപ്പൊ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റാ. ഇത്ര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഒരു ഗവേഷണം നടത്തണം, ആനക്കൊണ്ടയെ പറ്റി പഠിക്കണം. അപ്പം കാട്ടിന്റെ കോർ ഏരിയയിൽ പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ മനുഷ്യനെ റോബോട്ടിനെ അയക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഈ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലൊക്കെ അവിടെ വേട്ടയാടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പറയുന്നത് എന്താ, ഒരു മനുഷ്യനെ അവിടെ അടുപ്പിക്കത്തില്ലെന്ന്. മനുഷ്യനില്ലാതെ പിന്നെ എന്താണത്? മനസ്സിലായില്ലേ? ഇവിടെ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അറ്റ് ഓൾ. നിങ്ങൾ മനസ്സിലാക്കുക, റിസർച്ച് ആക്ടിവിറ്റി എവിടെയാണെങ്കിലും അനുവദിക്കും, അല്ലെങ്കിൽ പോലീസിങ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ മോണിറ്ററിങ് ആക്ടിവിറ്റി, ഇപ്പൊ ഫോറസ്റ്റ് സർവീസ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് ആക്ടിവിറ്റി, ഇതൊക്കെ എവിടെയാണെങ്കിലും അനുവദിക്കും. ഇപ്പൊ കാട്, ഇപ്പൊ റിസർവ് ഫോറസ്റ്റിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് കോർ ഏരിയ. ഇപ്പൊ നിങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരീക്ഷയ്ക്ക് വരികയാണ്, അതിലൊക്കെ അടിപൊളി പോസ്റ്റാണ്. പിന്നെ പല സുഹൃത്തുക്കളും ഫോറസ്റ്റ് സർവീസിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പോകാൻ സാധിക്കാത്ത കാട്ടിലെ ഏറ്റവും പ്രിസ്റ്റീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഇവരുടെ ട്രെയിനിങ് നടക്കുന്നത്. അവിടെയും ട്രെയിനിങ് ആക്ടിവിറ്റി നടക്കും. നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലായാലോ? ട്രെയിനിങ് നടക്കും, റിസർച്ച് നടക്കും, എല്ലാം നടക്കും. പക്ഷെ അവിടെ പോയി വേട്ടയാടാനോ കുരങ്ങനെ പിടിക്കാനോ അല്ലെങ്കിൽ മരം മുറിക്കാനോ ഒന്നും പറ്റത്തില്ല. പുഷ്പയുടെ പരിപാടി നടക്കത്തില്ല. അത് ശരിയാവത്തില്ല. അതിന്റെ ലോജിക്കൽ സെക്കൻഡ് സ്റ്റേജിൽ തെറ്റാന്ന് മനസ്സിലായി. അപ്പോ അതിന്റെ അപ്രോച്ചുകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ മൂന്നാമത്തെ ചോദ്യമൊക്കെ SCRT വായിക്കുന്ന എല്ലാ പിള്ളേരും കിട്ടും, അല്ലെ? 10 ഡിഗ്രി ചാനൽ എന്തിനെയാണ് വേർതിരിക്കുന്നത്? 10 ഡിഗ്രി ചാനൽ എന്തിനെയാണ് വേർതിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ, അതൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലെ? ആൻഡമാൻ ആൻഡ് നിക്കോബാറിനാണ് ഓപ്ഷൻ A ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് കഷ്ടപ്പെട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഒന്നും കൂടെ ഒന്ന് ബലപ്പെടുത്താൻ പോവാ ഞാൻ. ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ വെറും കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ എത്രത്തോളം വിശകലനം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാൻ പോവാം. നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കേണ്ട. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനയെ മാത്രം ഫോക്കസ് ചെയ്യാം. എഗെയിൻ, ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മുടെ ബാച്ച് ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യം തൊട്ട് പുറമെ ഞാൻ പച്ച മലയാളത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ കണ്ട് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഒരു മാസത്തിനകം നേടുക്കാൻ സാധിക്കും. ഒരു ധൈര്യമായിട്ട്. ഇപ്പൊ ചില ആൾക്കാർക്കുണ്ട് ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ അലർജിയാണ്. പക്ഷെ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് എല്ലാം ആ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ കാര്യം പറയും, പിന്നെ പച്ച മലയാളത്തിൽ അതിന്റെ തർജ്ജമ പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും പതിയും. പിന്നെ നോട്ട്സ് ഇംഗ്ലീഷിൽ തന്നെ വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്
ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഡിഗ്രി ലെവലിൽ നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. 10ാമത്തെ ചോദ്യം ഒരു ചോദ്യമാണ്, മറ്റൊരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, ഇത് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, തണ്ണീർത്തടത്തിനെ സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടന, അതിന്റെ പേരാണ് വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ. അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാ ചോദ്യം, അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്, റംസാർ കൺവെൻഷനിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അറിയത്തില്ല റംസാർ കൺവെൻഷൻ എന്താ, പഠിച്ചെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ല, വിട്ടേക്കാം. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് വർക്ക്സ് അറ്റ് ദ ഫീൽഡ് ലെവൽ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലെവലിൽ ഇത് പ്രവർത്തിക്കുകയും ഇവരെയൊക്കെ പ്രൊട്ടക്ട് അറിവ് സമ്പാദിക്കുകയും ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രായോഗികമായിട്ടുള്ള എക്സ്പീരിയൻസ് സമ്പാദിക്കുകയും അതിനൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ്. വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ തണ്ണീർത്തടങ്ങളെ പ്രൊട്ടക്ഷൻ അന്താരാഷ്ട്ര സംഘടനയാണ്. അവര് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കും, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ പണിയെടുക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്ന അറിവ് നേടും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നേടും. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഒരു സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പോട്ടെ, എല്ലാം പോട്ടെ, ഇത് വിട്ടുകളാ, വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ വിട്ടുകളാ. ഓക്കെ, നമുക്ക് കോക്കനട്ട് ഇന്റർനാഷണൽ എടുക്കാം. കോക്കനട്ട് ഇന്റർനാഷണൽ, തേങ്ങാക്കൊല ഇന്റർനാഷണൽ. അതായത് ഈ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്ന് വെച്ചാൽ തേങ്ങാക്കൊലകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് സെക്കൻഡ് സ്റ്റേജിൽ ശരിയാവൂ? തേങ്ങാക്കൊലകളെ പറ്റി അവർ പഠിക്കും, ഗവേഷണം നടത്തും, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കും. ശരിയാവും. തക്കാളി ഇന്റർനാഷണൽ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവും. ടൈഗർ ഇന്റർനാഷണൽ, ഈ ഓർഗനൈസേഷൻ ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ നിങ്ങൾക്ക് അത് തലയിൽ പതിയാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ ഒരു സംഭവത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർ ഏതാണെങ്കിലും ഇത് ഈ പണിയെടുക്കും. നിങ്ങൾക്ക് അതിന്റെ ഒരു തേങ്ങാക്കൊല ലോജിക്ക് മനസ്സിലായോ? നമുക്കിങ്ങനെ തേങ്ങാക്കൊല ലോജിക്ക് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ അതിനെ തേങ്ങാക്കൊല വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ അത് ഞാൻ മനസ്സിലായല്ലോ. ഇതിനെ പ്രൊട്ടക്ട് ഇപ്പൊ ഒരു സമയത്ത് പ്രൊട്ടക്ട് എന്ത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സെക്കൻഡ് സ്റ്റേജിൽ ശരിയെന്ന് മനസ്സിലായി. പക്ഷെ പഠിച്ചിട്ട് പോവാ, PP മറക്കില്ല, പഠിച്ചില്ലെങ്കിൽ പൊട്ടും. പക്ഷെ പഠിക്കാത്ത സ്റ്റേജിൽ വന്നു കഴിഞ്ഞാലും വനതി ബ്ലോക്സിലെ കുട്ടികൾ അതിനെ എന്താ പറയാ മാക്സിമം ശരിയാക്കാൻ ശ്രമിക്കും. ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യും. നമ്മൾ പഠിച്ചവണ് 18 നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം സ്കിപ്പ് ചെയ്യും. 100 ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് റാങ്ക് അടിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ ഉത്തരം ആക്ച്വലി B ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ ഇത് പഠിച്ചെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അതാണ് പഠിച്ചില്ലെങ്കിൽ പൊട്ടെന്ന് പറയുന്നതാണ്. ഇത് പഠിച്ചെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ടെൻഷൻ അടിക്കണം. അവിടെ നിങ്ങൾക്ക് അപ്രോച്ച് മാത്രമാണ് തരുന്നത്. തേങ്ങാക്കൊല ലോജിക്ക് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് അല്ലെ, നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയം, ആ പരിസ്ഥിതി മന്ത്രാലയത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാവോ? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മന്ത്രാലയം, അതിനെ സംബന്ധിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ശരിയാവോ? ശരിയാവും. യെസ്. അപ്പൊ നിങ്ങൾക്ക് അതിന് ലോജിക് കിട്ടി. ഇതൊക്കെ നമ്മൾ വിക്കിപീഡിയയും കാര്യങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് പോകേണ്ട. അതിന് കോമൺ സെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലോജിക് കിട്ടി. ബിഗിനേഴ്സിന് ലോജിക് കിട്ടിയോ? ഇപ്പം ഫസ്റ്റ് ടൈം എന്റെ ഈ ലൈവ് ക്ലാസ് ചെയ്യുന്ന കുട്ടികൾ കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. അവർക്ക് ഈ ലോജിക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? ലോജിക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? എന്താണ് അവസ്ഥ? കിട്ടുന്നുണ്ട്. യെസ്. സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നുന്ന ആൾക്കാർ ധൈര്യമായിട്ട് തന്നെ പറയാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ നിങ്ങളെ കൊണ്ടുപോകണം. ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണ്. എക്സാക്ട്ലി. ഇങ്ങനെ റെക്കോർഡ് ക്ലാസ് കാണുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇതിങ്ങനെ അടുത്തൊരു ചോദ്യം തരുക. അടുത്തൊരു ചോദ്യം ഞാൻ തരാണ്. അതൊക്കെ ഇപ്പൊ നിങ്ങൾ ചറവറാന്ന് ആൻസർ ഒന്ന് കണ്ടോണം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു ചോദ്യമായിരിക്കും. നമ്മളിപ്പോ ഉത്തരത്തിലേക്ക് എത്താൻ പോവാണ്. ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ എവല്യൂഷൻ മനുഷ്യൻ ഉണ്ടായ അവസ്ഥയുണ്ടല്ലോ, ഫസ്റ്റ് എവല്യൂഷൻ. ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നോളജ് ബേസ്ഡ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്, അത് തെറ്റാണ്. വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ അതുമായിട്ട് റംസർ കൺവെൻഷൻ ഉദ്ദേശിക്കുന്ന ബന്ധമില്ല. അത് നമ്മൾ അതിന്റെ കണ്ടന്റ് പഠിക്കണം. അത് തൽക്കാലം വിട്ടുകളയാം. നമുക്ക് ലോജിക്കിന്റെ കാര്യം മാത്രം നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലോജിക്കൽ സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല. അത് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ചോദ്യം, ഇവിടെ
ഭൂമിയിൽ ജീവവർഗം ഇവോൾവ് ചെയ്ത് എങ്ങനെ? പണ്ട് ഏതോ ഒരു അമീബ എന്തോ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് നമ്മളും മനുഷ്യനും, പിന്നെ കുരങ്ങുണ്ടായി, പിന്നെ മനുഷ്യനുണ്ടായി, അങ്ങനെ എല്ലാം വരുന്നുണ്ട് അല്ലെ, എല്ലാം ഉണ്ട്. അപ്പോ ഈ ലോകത്തില് എവല്യൂഷനെ സഹായിച്ച അല്ലെങ്കിൽ ജീവവർഗത്തിന്റെ പരിണാമത്തിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്. പണ്ട് നിങ്ങൾ പഠിക്കും, ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുമായിരുന്നു. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന തിയറി ഉണ്ട്. പണ്ട് ഇന്ത്യയും ആഫ്രിക്കയും യൂറോപ്പിലും ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു, പിന്നാണ് അത് പൊട്ടി പൊട്ടി പല പല കോണ്ടിനെന്റ് ആയത്, ഡ്രിഫ്റ്റ് ചെയ്ത് പോയി. അതാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം. രണ്ടാമത് ഗ്ലേഷ്യൽ സൈക്കിൾസ്. ഐസ് സിനിമ ഉണ്ടല്ലേ, ഭൂമിയിൽ ഭയങ്കരമായിട്ട് തണുപ്പുള്ള കാലഘട്ടം ഉണ്ടായി, പിന്നെ തണുപ്പ് മാറി, പിന്നെ തണുപ്പ് വന്ന്, പിന്നെ തണുപ്പ് മാറി. അപ്പൊ ചൂടും തണുപ്പ് മാറി മാറി എന്നൊരു പീരീഡ്, ഗ്ലേഷ്യൽ പീരീഡ് എന്ന് പറയും. ഇപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് ആലോചിക്കും, ഭൂമിയിൽ ജീവവർഗത്തിന്റെ പരിണാമത്തിന് ഇത് രണ്ടെണ്ണം ആയിട്ടുണ്ടോ, ഒന്ന് മാത്രമേ ഉള്ളത്, രണ്ടും ഇല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, രണ്ടും വരും. എക്സാക്ട്ലി രണ്ടും വരും. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ലോജിക് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറമുള്ള ഈച്ചയുടെ ചെറുകടി പോലും നമ്മളെ ബാധിക്കും. നിങ്ങൾ ആലോചിക്കും, മനുഷ്യന്റെ പരിണാമം എന്തെല്ലാം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. കാര്യം ഈ ടോപ്പിക് നിങ്ങൾ മനസ്സിലാക്കാം, ഈ ഒരു എവല്യൂഷൻ പരിണാമം എന്ന് പറയുന്ന സംഭവം ഇന്നും നമുക്ക് പൂർണ്ണമായും ഉത്തരം കണ്ടെത്താൻ പറ്റാത്തൊരു പ്രക്രിയയാണ്. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം 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 കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കട്ടായം പറയാൻ പറ്റൂ? കോണ്ടിനെന്റ്സ് വിഘടിച്ച് പിടിച്ചു പോയത് കട്ടായം പറയാൻ പറ്റൂ? അല്ലെങ്കിൽ ഗ്ലേഷ്യർ സൈക്കിൾ, ഗ്ലേഷ്യേഴ്സ് ഇതിനെ സഹായിച്ചിട്ടില്ല എന്ന് കട്ടായം പറയാൻ പറ്റും? 100% ഉറപ്പില്ല. സി, ചെറുതായിട്ടൊരു ഒരു 0.00000% ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾ എവല്യൂഷൻ പോലുള്ള ടോപ്പിക്സ് അങ്ങനെ നോക്കിക്കാണണം, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തരട്ടെ, ശരിയാണോ തരണം നിങ്ങൾ പറയണം. പ്രസൻസ് ഓഫ് ആർസെനിക്, ആർസെനിക് എന്ന് പറയുന്ന ലോഹം ഉണ്ടല്ലോ, ഇതിന്റെ പ്രസൻസ് എവല്യൂഷനെ സഹായിച്ചിട്ടുണ്ടോ? പ്രസൻസ് ഓഫ് ആർസെനിക് ഇത് സഹായിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? കാര്യം എവല്യൂഷൻ എന്ന് വെച്ചാൽ ബില്യൺസ് ഇയേഴ്സ്, ഇപ്പൊ മനുഷ്യനൊക്കെ ഉണ്ടായിട്ട് തന്നെ ഏകദേശം എനിക്കൊന്ന് 1.5 ലക്ഷം കോടി വർഷമായി അല്ലെ? അപ്പൊ അതിനിടയ്ക്ക് ആർസെനിക് എന്നൊരു കണികയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കില്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് അതിന്റെ ഒരു ലോജിക് മനസ്സിലായിരിക്കുന്നു. ഇത് ഞാൻ ഇതിന്റെ ഒരു കോമഡി പറഞ്ഞുതരാം. ഈ MCQ അല്ലെങ്കിൽ ഇത്തരം ചോദ്യം ഇടുന്ന ചോദ്യകർത്താവിന്റെ ബലഹീനത തിരിച്ചറിഞ്ഞ ആ ബലഹീനതയെ നിങ്ങൾ ചൂഷണം ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണം. യെസ്, കാര്യം ഒരു ചോദ്യകർത്താവ് MCQ ചോദ്യങ്ങൾ ഇടുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ബലഹീനത എന്താ? ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളല്ല, ഇത്തരത്തിലുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യകർത്താവ് ഇടുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ? ഹീസ് ബൗണ്ട് ടു ഗീവ് യു ദ കറക്റ്റ് ആൻസർ. അതിനകത്ത് ഓരോ ഓപ്ഷൻ ശരിയായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ തന്നെ ചോദ്യകർത്താവ് ശരി ഉത്തരം വെച്ചിട്ടുണ്ട്, അത് കണ്ടെത്തുക, പിക്ക് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യം ആയിക്കോട്ടെ, അത് അയാൾക്ക് ഒരു വീക്ക്നെസ് ഇല്ല. ബിക്കോസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇമ്പാക്ടിങ് എവല്യൂഷൻ, നമ്മുടെ പരിണാമത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ എഴുതണം. ദർ ഇസ് നോ അതർ വേ. പക്ഷെ ഇവിടെ ചോദ്യകർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഉത്തരം തന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബലഹീനത തിരിച്ചറിയുക, അത് നിങ്ങൾ ചൂഷണം ചെയ്യുക. അതൊരു പോസിറ്റീവ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, എത്തിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി ഈ കാര്യം നിങ്ങൾ മനസ്സിലുണ്ട്. ഇത് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇതങ്ങ് മാറ്റുക, എവല്യൂഷൻ എന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ഞാൻ ക്ലൈമറ്റ് ആക്കുവാണ്. എവല്യൂഷൻ ഓഫ് ഓർഗാനിസം മാറ്റിയിട്ട് ക്ലൈമറ്റ് ഓഫ് ദ യൂറോപ്പ് എന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് വരും? ക്ലൈമറ്റ് ഓഫ് ദ യൂറോപ്പ് എന്ത് വരും? ക്ലൈമറ്റും ഇത്തരത്തിലുള്ള കാര്യമാണ്. കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൈമറ്റിനകത്തും ഇതൊക്കെ വന്നല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഒരു സില്ലി നേച്ചർ മനസ്സിലായോ? എത്ര ഈസിയാണ് ഇത്തരം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? പോട്ടെ, ഇത് വിട്ടുകളാം. ഓഷ്യൻ ടോപ്പോഗ്രഫി, നിങ്ങൾ ഓഷ്യാനോഗ്രഫി പഠിച്ചിട്ടില്ല, ഒരു ബാച്ചിന് ഓഷ്യാനോഗ്രഫിയുടെ ക്ലാസ്സിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഓഷ്യൻ ടോപ്പോഗ്രഫി, അതായത് കടലിന്റെ അടിയിലുള്ള ഭൂരൂപങ്ങളുണ്ടല്ലോ, ചില സ്ഥലത്ത് ട്രഞ്ച് കാണും, ചില സമയത്ത് ചില സീമോൺസ് കാണും. ഓഷ്യൻ ടോപ്പോഗ്രഫി ആണെങ്കിലോ
അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് എവറസ്റ്റ്, ഹിമാലയത്തിന് ഉത്ഭവം, അതായത് ഇതൊക്കെ കോടിക്കണക്കിന് വർഷം എടുത്ത് നടന്നിട്ടുള്ള പ്രോസസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. അപ്പൊ അത്തരം പ്രോസസ്സുകൾ മിക്കവാറും എല്ലാത്തിനും ഇതെല്ലാം ശരിയായേ പറ്റും. ഞാൻ കുറെ ഡീപ്പായിട്ട് പോവാണ്. ഈ ലോജിക്കൽ ട്രെയിനിങ് നമ്മളിപ്പോ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഓപ്ഷൻസ് ആണ് ചോദ്യത്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ആ ഓപ്ഷൻസ് കറക്റ്റ് നിങ്ങൾ മെരുക്കിയെടുത്താൽ മതി. ഒരു എന്താ പറയുക, ഒരു വൈൽഡ് ആനിമലാണ് സങ്കല്പിക്കുക, അതിനെ നിങ്ങൾ മെരുക്കിങ് എടുക്കുക ഓപ്ഷൻസിനെ. അപ്പം ഒരു കോടിക്കണക്കിന് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്, ആ പ്രോസസ്സിനകത്ത് ഇതൊക്കെ വരാൻ സാധ്യതയില്ല ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രോസസ് ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ സൂര്യന്റെ ഉത്ഭവം, ഇപ്പൊ എവല്യൂഷൻ ഓഫ് സൺ, സൂര്യൻ, അപ്പൊ അതിനകത്ത് ഇത് രണ്ടേ വരത്തില്ലല്ലോ. സൂര്യൻ അങ്ങ് ഇരിക്കുകയല്ലേ, നമ്മൾ ഭൂമിയിലെ കാര്യമല്ലേ പറയുന്നത്. അതൊരു കോമൺ സെൻസിന്റെ പ്രശ്നം അതാണ്. കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ. തർക്കിക്കാനാണെങ്കിൽ നമുക്ക് ഇതൊക്കെ തർക്കിച്ച് ഇതൊക്കെ തെറ്റെന്ന് പറയാം. പക്ഷെ മാർക്കും റാങ്കും വേണമെങ്കിൽ എന്ത് ചെയ്യണം? PSC പറയുന്ന സൂചനകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മളത് ഓവർകം ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണോ? ഈ ഐഡിയ ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ചോദ്യം തരാം. യെസ്, എക്സാക്ട്ലി. ബിഗിനർ ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാര്യം ഇതൊരു 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഒരേ ലെവൽ വരും. എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നാണ് എല്ലാവരും ഇതിൽ മാസ്റ്റേഴ്സ് ആവുന്നത്, എക്സ്പേർട്സ് ആവുന്നത്. സോ 2-3 ക്ലാസ്സസ് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഐഡിയയിലേക്ക് വരും. ഓക്കെ, ഐഡിയ പറ്റിരിക്കാം. യെസ്. ഇനി നമ്മൾ കട്ടി ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇത്രയും ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ കൊണ്ട് തരുമ്പോഴത്തേക്കും കുറച്ച് റിസ്കി ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ബാച്ചിലേക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇതൊക്കെ ആ ലെവലിൽ പിള്ളേരാണ് നമ്മുടെ ബാച്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് യു ഓൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ നോക്കാം. UPSCയുടെ മറ്റൊരു ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ചോദ്യം. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സാർ എന്തിനാ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്റ്റൈൽ. നിങ്ങൾക്കിത് സെറ്റ് ആവും, ഒരു സംശയം വേണ്ട. ചോദ്യം എന്താ? ഗംഗയിലെ ഡോൾഫിൻ, ഗംഗാ നദിയിൽ ഡോൾഫിനുകളുണ്ട്. ഈ ഡോൾഫിനുകളുടെ മരണ കുറെ ഡോൾഫിനുകൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്ന ചോദ്യം. അതിന്റെ കാരണം എന്തെന്നുള്ളതാണ് ചോദ്യം. യെസ്, അൽഫി, വെരി ഗുഡ്. നിതിൻ, അക്ഷയ്, പേഴ്സണൽ മെസ്സേജ് അയക്കട്ടെ, എല്ലാവരും പേഴ്സണൽ മെസ്സേജ് അയക്കാം. അനില, ഗുഡ്. ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് പേര് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം തെറ്റ് പറ്റിയെന്ന് മനസ്സിലായ ആൾക്കാർ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരിക്കും തെറ്റിയെന്നുള്ളത്. സഹിൽ, ഗുഡ് ഗുഡ്. സിനി, ചില ആൾക്കാർക്ക് പെട്ടെന്ന് മിസ്സാവുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ലോജിക്ക് എങ്ങനെയാ നോക്കാം. ഓക്കെ, ഗംഗയിലെ ഡോൾഫിനുകൾ മരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാ ചോദ്യം. ഞാൻ കഴിഞ്ഞ മാസം വാരണാസി പോയ, കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് ഞാൻ വാരണാസി പോയിരുന്നു. അപ്പൊ ഗംഗയിലെ ബോട്ടിങ്ങിന് പോയി. ഭയങ്കര മജസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയൊരു നദി ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കേരളത്തിലെ മഹാനദികളെ, സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലെ മഹാനദികൾ അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ ഇറ്റ് വാസ് എ വെരി മജസ്റ്റിക് എക്സ്പീരിയൻസ്. ഇവിടെ മനസ്സിലായ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ തിമിംഗലം വരെ ഉണ്ടെന്നുള്ളത്. ഇറ്റ്സ് എ വെരി വെരി ബിഗ് റിവർ. നമ്മള് ഭയങ്കര വലിയ നദിയാണത്. ബോട്ടിങ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഡോൾഫിൻസ് മരിക്കുന്നത്? ഒന്നാമത് സ്റ്റേറ്റ്മെന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് ബാരേജസ് ഓൺ റിവർ. റിവറിൽ ഗാൻജറ്റിക് ഡോൾഫിന്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു കണ്ണ് കാണാൻ പറ്റില്ല, അതിന്റെ റീസൺ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ ഗംഗയിൽ ഡാം ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ? അല്ലെങ്കിൽ ഗംഗാ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബാരേജസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ? അപ്പൊ അതെന്തായാലും ആ നദിയിലുള്ളിലെ ജീവവർഗങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ലേ? ഇപ്പൊ ഡാമൊക്കെ പണി കഴിഞ്ഞാൽ ഫിഷിനാണെങ്കിലും ഫ്രോഗിനാണെങ്കിലും സ്നേക്കിനാണെങ്കിലും ക്രോക്കഡൈലിനാണെങ്കിലും ആ നദിയിലുള്ള എല്ലാ ജീവവർഗത്തിനെ മോശമായിട്ട് ബാധിക്കത്തില്ല ഡാം പണി കഴിഞ്ഞാൽ. സെക്കൻഡ്, ഇൻക്രീസ്ഡ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ക്രോക്കഡൈൽസ് എന്നാണ് ചോദ്യം. എനിക്ക് ഒരു കാര്യത്തിൽ ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും C അല്ലെങ്കിൽ D ആണ് പറഞ്ഞത്. എനിക്കത് മതി. C അല്ലെങ്കിൽ D, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ C ആണ്. ഓക്കെ, അത് സാരമില്ല. ചില ആൾക്കാർ D പറഞ്ഞു, ബട്ട് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ, നോ പ്രോബ്ലം. ഓക്കെ, കാര്യം നമുക്ക് 10 ചോദ്യം ഉത്തരത്തിൽ ചെയ്യുമ്പോൾ 3 തെറ്റും 7 ശരിയാവും. നമുക്ക് 6 മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ മതി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ C ആൻസർ പറഞ്ഞ ആൾക്കാർ എന്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തത്? നിങ്ങളുടെ ലോജിക് ഒന്ന് ഷെയർ ചെയ്യോ? കുറെ ആൾക്കാർ C പറഞ്ഞിരുന്നു. നിങ്ങളുടെ ലോജിക് ഒന്ന് ഷെയർ ചെയ്യോ? ഇത് നാച്ചുറൽ കോസ് അല്ല, ഇത് നാച്ചുറൽ കോസ് ആണല്ലോ.
യെസ് യെസ് ഓക്കെ യെസ് ബാലൻസ് ബാലൻസ് ഗംഗയിൽ ക്രോക്കഡൈൽ ഇല്ലേ? അതെനിക്കൊരു പുതിയ അറിവാണ്. ക്രോക്കഡൈൽ ഓക്കെ ഓക്കെ യെസ് വെരി ഗുഡ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. അതാണ് ഞാൻ നോക്കിയത്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. കൺസ്ട്രക്ട് ഓഫ് ഡാംസ് ആൻഡ് ബാരേജസ്. ഫിഷിംഗ് നെറ്റ്സിൽ പെട്ട് ചാവുന്നു, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ആൾക്കാരെ വിറ വീശുന്ന വലയിൽ പെട്ട് ഇവരൊക്കെ മരിക്കുന്നു. സിന്തറ്റിക് ഫെർട്ടിലൈസർ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ നിന്നും ഒലിച്ചു വരുന്ന രാസവളത്തിനകത്തുള്ള കെമിക്കൽസ് കൊല്ലുന്നു. ഈ ഒന്നും മൂന്നും നാലും എല്ലാ ജീവവർഗത്തിനെ ഒരേപോലെ ബാധിക്കുന്ന കാര്യമല്ലേ? ഡോൾഫിനെ മാത്രമാണോ ബാധിക്കുന്നത്? ഡോൾഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ? അപ്പൊ ഇതൊക്കെ ഡോൾഫിന് പണി കൊടുക്കുമെങ്കിൽ ഗംഗയിലുള്ള എല്ലാത്തിനും പണി കൊടുക്കും, ക്രോക്കഡൈലിന് അടക്കം. അപ്പോ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാണ്, ഐ എം വെരി ഗുഡ് ഇൻ എലിമിനേഷൻ ടെക്നിക്സ്. പക്ഷേ എന്റെ ഉത്തരം ഡി ആയിരുന്നു. മനസ്സിലായി, എനിക്ക് തെറ്റിപ്പോയ ചോദ്യമാണത്. പക്ഷേ അത് സാരമില്ല. ഞാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സൈക്കോളജിക്കൽ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ 10 ചോദ്യം ശരിയാകും, പക്ഷെ പിന്നെ ഒരു ചോദ്യം തെറ്റുമ്പോൾ നിങ്ങൾ ആ 10 ചോദ്യം ശരിയാക്കിയതിന്റെ ആത്മവിശ്വാസം അവിടെ നശിച്ചു പോകും. അത് നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സിറ്റുവേഷനാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നിങ്ങൾക്കിപ്പം ഒരു 1000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അതിനേക്കാൾ നിങ്ങൾക്ക് വിഷമമായിരിക്കും നിങ്ങളുടെ കയ്യിൽ 100 രൂപ നഷ്ടപ്പെടുന്നു. കാര്യം നമുക്ക് ഒരു സംഭവം കിട്ടുമ്പോൾ ഹാപ്പിനെസിനേക്കാൾ വലുതാണ് അതിന്റെ 10-1 ഒരു സംഭവം നഷ്ടപ്പെടുന്നത്. അത് മനുഷ്യന്റെ സൈക്കോളജി എങ്ങനെയാണ്, നമ്മുടെ എവല്യൂഷനെ കുറെ സഹായിച്ച ഒരു ഫാക്ടറുമാണ്. കാര്യം റിസ്ക് അവോയ്ഡ് ചെയ്യാനും നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കാനും സ്പീഷീസിനെ സർവൈവ് ചെയ്യാൻ സഹായിച്ച വലിയൊരു സൈക്കോളജിക്കൽ ബയാസ് ആണത്. പക്ഷെ അത് ഇവിടെ നമുക്ക് പണിയരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര എക്സ്പേർട്ട് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് ചില ചോദ്യങ്ങൾ തെറ്റും, സാരമില്ല. നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടിയാൽ മതി. അതുകൊണ്ട് ഈ ചോദ്യം തെറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ദ ക്ലബ്. ഈ ചോദ്യം എനിക്കും തെറ്റിയതാണ്. അപ്പൊ ഞാൻ എന്റെ ഉത്തരം ഡി ആയിരുന്നു. പക്ഷെ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ഈ ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ തെറ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പം കറങ്ങി കുത്തി എല്ലാം അങ്ങ് ശരിയാവും എന്നുള്ള ധാരണ ആരും നിൽക്കണ്ട. അതിനകത്ത് റിസ്ക് മനസ്സിലാക്കുക. പക്ഷെ അഗ്രഗേറ്റ് നമുക്ക് മാർക്ക് കൂടണം. മനസ്സിലായല്ലോ? ശരൺ ചിന്തിച്ചത് തിങ്ക് ചെയ്ത് ഒരേ ക്രോക്കഡൈൽ എന്തെങ്കിലും ഡോൾഫിനെ പിടിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ല എന്ന്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം ഇത് തന്നെയാണ്, ഓപ്ഷൻസ് എല്ലാം ഇത് തന്നെ ആയിക്കോട്ടെ. ചോദ്യം ഞാൻ മാറ്റുവാണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഓഫ് എന്താ പറയാ ഫ്രോഗ്? തവളകളുടെ പോപ്പുലേഷൻ ഗംഗയിൽ കുറയുന്നു. അതിന്റെ റീസൺ എന്തായിരിക്കും? തവളകളുടെ പോപ്പുലേഷൻ ഗംഗയിൽ കുറഞ്ഞു, അല്ലെങ്കിൽ സെയിം ഉത്തരവാണ് വരിക. മനസ്സിലായല്ലോ? സെയിം ഉത്തരവാണ്, സെയിം ആൻസർ ആണ് അവിടെ വരുന്നത്. ചില ആൾക്കാർ ഡി പറഞ്ഞു, അതിനകത്ത് കാര്യം മനസ്സിലായില്ല. ഡി ചില ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഗംഗയിലെ റിവർ പൊല്യൂഷനെ സംബന്ധിച്ച ചോദ്യമാണ്. ഇപ്പൊ വിടുക, റീസൺസ് ബിഹൈൻഡ് റിവർ പൊല്യൂഷൻ ഇൻ ഗംഗ. റിവർ പൊല്യൂഷൻ ഇൻ ഗംഗ സെയിം ഉത്തരവാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാ ചോദ്യത്തിനും ഒറ്റ ഉത്തരവാണ്. കാര്യം ഇവിടെ നിന്നാണ് അതുകൊണ്ട് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഒരേ കാര്യം സിമിലർ സിറ്റുവേഷൻസിൽ പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോമൺ സെൻസ്, സാമാന്യ ബോധം. അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം. സെയിം ഇതാണ്. ഇപ്പൊ ഇത് തെറ്റിയിട്ടുള്ള ആൾക്കാര്, ഞാൻ മനഃപൂർവ്വമാണ് ചോദ്യം കൊണ്ടുവരുന്നത്. നമ്മളെല്ലാം ഫ്രാങ്ക് ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പറയണം. നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ചില ചോദ്യങ്ങൾ തെറ്റും. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ശരി ഉണ്ടെങ്കിൽ, ഒരു റൈറ്റ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോ മറ്റൊരു ചോദ്യം. ഒരു കട്ട് ചോദ്യം തരാം. അപ്പൊ ഇതിന് ഉത്തരം സി ആണ്, ഇതിന് ഉത്തരം സി ആണ്. യെസ്, പക്ഷെ ഇതിന്റെ റീസൺ അതല്ല. കാര്യം ഇതിനകത്ത് ക്രോക്കഡൈൽസ് ഡോൾഫിനെ കഴിക്കുമല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് അഡ്രസ് ചെയ്തിട്ട് പോവാം. എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്?
നമുക്ക് പ്രകൃതിക്ക് ഒരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ഇവിടെ ക്രോക്കഡൈൽ എന്ന് പറയുന്ന ഒരു ഇൻവേസീവ് സ്പീഷീസ് അല്ല. ഇൻവേസീവ് സ്പീഷീസ് ആവുന്ന സംഭവം നിങ്ങൾ എക്കോളജിയിൽ പഠിക്കും. ചില സ്പീഷീസ് ഇൻവേഷൻ നടത്തും. അത്തരത്തിൽ വരുമ്പോഴാണ് അത് ഒരു ഇംബാലൻസിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പഠിക്കുമ്പോൾ ഒരു ബാലൻസിങ് ആക്ട് പൊതുവെ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരിക. ഇവിടെ ഞാൻ പറയുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 1ഉം 3ഉം 4ഉം ഈ ഫാക്ടേഴ്സ് ശരിയാണെങ്കിൽ ഇത് ഡോൾഫിന്റെ പോപ്പുലേഷനെ മാത്രമല്ല, ക്രോക്കഡൈലിന്റെ പോപ്പുലേഷനെയും തവള തൊട്ട് പാമ്പ്, റിവർ സ്നേക്ക് വരെയുള്ള പോപ്പുലേഷനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്. സുരാജ് പറയുന്നുണ്ട് ഇതെല്ലാം ഹ്യൂമൻ ഇൻഡ്യൂസ്ഡാ, മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ള, ഇത് നാച്ചുറൽ ആണ്. മനസ്സിലായി? ഇതെല്ലാം ശരി, 1ഉം 3ഉം 4ഉം ശരിയാണെങ്കിൽ 2 തെറ്റാണ്. കാരണം ഇതെല്ലാം എല്ലാ ജീവവർഗത്തിനെയും ബാധിക്കുന്നതാണ്. ക്രോക്കഡൈലിന് മാത്രം ഒന്നും ഏക്കത്തില്ല, ഡോൾഫിന് മാത്രം ഏക്കുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ഫാക്ടറും കൂടെ ഞാൻ ഫൺ ഫാക്ട് പറഞ്ഞുതരാം. ഫൺ ഫാക്ട് എന്ന് പറയാൻ പറ്റുന്നതല്ല, ഈ റിവർ ഡോൾഫിൻസ് പൊതുവെ ബ്ലൈൻഡ് ആണ്. ഡോൾഫിൻസ് നമുക്ക് അറിയാം, അവര് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ലൊക്കേഷൻ കണ്ടെത്തുക. കടലിലെ ഡോൾഫിൻസിന് കാഴ്ചശക്തി ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റിവർ ഡോൾഫിൻസ്, നദിയിലെ വെള്ളം നമുക്കറിയാം മൊത്തം മഡാണ് അല്ലെ, മൊത്തവും ചെളിയാണ്. ചെളിയും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പൊല്യൂട്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മഡി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ വളർന്നതുകൊണ്ട് റിവർ ഡോൾഫിൻസ്, ബ്രഹ്മപുത്ര അടക്കമുള്ള റിവർ ഡോൾഫിൻസിന് ആ ഒരു വിഷ്വൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ. സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഒക്കെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. എക്സാക്ട്ലി. ഇനി 16ാമത്തെ ഒരു ചോദ്യം ഞാൻ തരാം. കട്ടിയാണ്, എനിക്കറിയാം. ആദ്യത്തെ ക്ലാസ്സിന് ഇത്രയും കട്ടിയാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിയാക്കണം. കാര്യം തീയിൽ കുരുത്താൽ വെയിലത്ത് വാടരുതെന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ സെറ്റായാൽ നിങ്ങൾ സെറ്റാണ് പിള്ളേർ. ഈ ചോദ്യമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ചോദ്യം എന്താണ്? ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ്. ഇത് എന്ത് തേങ്ങയല്ലേ, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ്. നിങ്ങൾ പേര് കേൾക്കുമ്പോഴേ പകുതി ആൾക്കാരുടെ ഗ്യാസ് പോയിട്ട് അവർ ചോദ്യം സ്കിപ്പ് ചെയ്യാതെ ചോദ്യത്തിന് പോകും. ഈ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വായിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് വീഴും. ദേ ആർ യൂസ്ഡ് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ലൈക്ക് മാട്രസ്, അപ്ഹോൾസ്റ്ററി. എന്താണെന്ന് തൊട്ട് താഴെ എക്സാമിനർ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ എക്സ് എന്ന് വിളിച്ചോ. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നെങ്കിൽ ഇതിനെ നിങ്ങൾ എക്സ് എന്ന് വിളിച്ചോളൂ. എക്സ്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ്. നമ്മുടെ വീട്ടിലെ പല സംഭവങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാട്രസ് ഉണ്ടല്ലോ, ചവിട്ടിയായിട്ട് ഉപയോഗിക്കുന്ന സംഭവം മാട്രസ്, ഇല്ല അപ്ഹോൾസ്റ്ററി, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഇത് ഭയങ്കരമായി ഒരു കൺസേൺ ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്തോ ഒരു പ്രശ്നം ഇതിനുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് പ്രകൃതിയിൽ അലിഞ്ഞു ചേരില്ല, അല്ലെങ്കിൽ പുറത്ത് ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരില്ല, ഡീഗ്രഡേഷൻ സംഭവിക്കില്ല. അല്ലെ? നമ്മളിപ്പം ഒരു ഷീറ്റ് പേപ്പർ പുറത്തെറിയാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പേപ്പർ കാണത്തില്ല, മണ്ണിനോട് അലിഞ്ഞങ്ങ് ചേരും. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മണ്ണിനോട് അലിഞ്ഞങ്ങ് ചേരും. നമുക്ക് എക്കോ ഫ്രണ്ട്ലി നമ്മുടെ ബോഡിയൊക്കെ, അല്ലെ? പക്ഷേ എന്നാൽ മാത്രമേ പ്രകൃതി സംരക്ഷിക്കപ്പെടുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ ഡീഗ്രേഡ് സംഭവിക്കില്ല എന്ന് പറയുന്നത്. ഇത് ശരിയാവാനുള്ള ഒരു പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടി മനുഷ്യനും അല്ലെങ്കിൽ ആനിമൽസിന് മറ്റ് ആനിമൽ ശരീരത്തിൽ അടിഞ്ഞുകൂടി അവർക്കൊക്കെ പണി കിട്ടുന്ന പറയുന്നത്. ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ? ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇത് ഒരു കൺസേൺ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഹൗസ് ഹോൾഡ് മാട്രസ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലാസ്റ്റിക്കിന്, ഈ ചോദ്യം പ്ലാസ്റ്റിക്കിനെ പറ്റിയായിരുന്നെങ്കിൽ, പ്ലാസ്റ്റിക്, ഇതിന്റെ ഉത്തരം തോന്നണേ. യെസ്. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം എന്താ? അത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്സ് വലിയ ന്യൂസാ. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താണ്? ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അപ്പൊ അമ്മമാരുടെ മുലപ്പാലിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയത് കൊണ്ടാണ് അവസാനം അത് ബാൻ ചെയ്യുന്ന തീരുമാനത്തിലേക്ക് പല ലോകരാഷ്ട്രങ്ങളും പോയത്, അല്ലെ? സോ ദിസ് ഇസ് ദ കേസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സംഭവം എൻവയോൺമെന്റൽ കൺസേൺ ജനിപ്പിക്കുന്നെങ്കിൽ അവിടെ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ജനറലി കറക്റ്റ് ആവും. പ്രകൃതിക്ക് ദോഷമാണെങ്കിൽ മനുഷ്യന് ദോഷമാണ്. അത്രേ ഉള്ളൂ. വിഷ്ണു ലോജിക്ക് വളരെ കറക്റ്റ് ആണ്. ഈ ചോദ്യം മാറ്റാം, നമുക്ക് ഈ ചോദ്യം പിന്നെ മാറ്റാം. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണെങ്കിലോ? കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, രാസ കീടനാശിനിയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഇതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ്സ് ശരിയാവും? സെയിം ആൻസർ ആണ്. അപ്പം എൻവയോൺമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനൊക്കെ പ്രോബ്ലംസ് സിമിലർ ആവും. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
അല്ലെ? ക്ലിയർ അല്ലേ? ആർസെനിക്കിനെ സംബന്ധിച്ചാണ് സെയിം ആൻസർ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതാണ് കോമൺ സെൻസ് നോട്ട് കോമൺ. ചില ആൾക്കാരുടെ സംശയം പൊറോട്ടയെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ, പൊറോട്ടയും കൺസേൺ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. കൂടുതൽ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന് ശരിയല്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും അവിടെ തെറ്റാവുകയല്ലേ? കാര്യം പൊറോട്ട മണ്ണിൽ അലിഞ്ഞേരും, അത് അങ്ങനെ അക്യുമുലേഷൻ ഇഷ്യൂസ് ഒന്നും വരത്തില്ല അല്ലെ? പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിച്ചങ്ങ് പോകും. അപ്പം കോമൺ സെൻസ് എന്ന സംഭവം നമുക്ക് പറഞ്ഞു തരുന്നതിന് വലിയ പരിമിതിയുണ്ട്. ഭയങ്കര ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും നടക്കില്ല, അറിയാലോ. കാര്യം ഇതൊക്കെ ഒരു ടെക്നിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷെ കൊളസ്ട്രോളും ഈ പറഞ്ഞ അക്യുമുലേഷൻ, ഇത് ബയോ അക്യുമുലേഷൻ സംഭവം ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. കൊളസ്ട്രോൾ പോലെയല്ല. ബയോ അക്യുമുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫാറ്റിൽ അലിഞ്ഞു ചേരാത്ത നോൺ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ബയോ അക്യുമുലേഷൻ കേസ് പറയുന്നത്. ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് ബയോ അക്യുമുലേഷൻ കേസ്. 2-3 കണ്ടീഷൻസ് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ അക്യുമുലേഷൻ അല്ല. നല്ല ചോദ്യമായിരുന്നു, കാര്യം അതും അടിഞ്ഞുകൂടലാണല്ലോ. ആ അക്യുമുലേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. ഇത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജനറലി. അപ്പോൾ ഐഡിയ കിട്ടിയോ? കിട്ടിയോ? നമുക്ക് അടുത്ത കുറച്ച് ചോദ്യത്തിലേക്ക് പോവാം. യെസ്, കിട്ടി. നമുക്ക് 2 ചോദ്യം, ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ആ 2 ചോദ്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സെഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഈ ചോദ്യം തന്നെ എടുത്തോ. കാർബൺ ഡയോക്സൈഡിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ചോദ്യം എന്താ? ഇതിൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുകയും കാർബൺ സൈക്കിളിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ചോദ്യം, അല്ലെ? കാർബൺ ഡയോക്സൈഡിനെ പ്രകൃതിയിലേക്ക് പുറന്തള്ളുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ചോദ്യം. ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുമോ? റെസ്പിറേഷൻ എന്താ? നമ്മളത് ചെയ്യുന്ന സംഭവമാണ് അല്ലെ? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, എനർജി റിലീസ് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയും. പോട്ടെ, നിങ്ങൾക്ക് അതൊന്നും അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഫോട്ടോസിന്തസിസിനെ പറ്റി അറിയാത്തവരെ കുറവായിരിക്കുമല്ലോ. ഫോട്ടോസിന്തസിസിനെ പറ്റി മറ്റേ ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നില്ല, എന്നെ പറ്റി ചോദിച്ചുള്ളത് പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാൻ പറ്റും എന്ന് പറയാം. അത്രയ്ക്ക് ഫേമസ് ആണ്. ഫോട്ടോസിന്തസിന്റെ സമയത്ത് എന്ത് സംഭവിക്കുക? കാർബൺ ഡയോക്സൈഡ് ആണോ പുറത്തോട്ട് വരുന്നത് ഫോട്ടോസിന്തസിന്റെ സമയത്ത്? അങ്ങനെ നമ്മളൊക്കെ എന്നേ തട്ടിപ്പോയേനെ. ഹാഡ് ഇറ്റ് ബീൻ കാർബൺ ഡയോക്സൈഡ് വിച്ച് ഇസ് എമിറ്റഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്, നമ്മളൊന്നും ഉണ്ടാവില്ല. വി വുഡ് ഹാവ് ബീൻ ലോങ് ഗോൺ, അല്ലെ? ഓക്സിജൻ അല്ലേ ഫോട്ടോസിന്തസിന് പുറത്തു വരുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ പിള്ളേരെ? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ തന്നെ എയും പോയി ഡിയും പോയി, അല്ലേ? 2-ലും 2 ഉണ്ട്. പിന്നെ 1-ഉം 4-ഉം ഉണ്ടോ നോക്കിയാൽ മതി. 1-ഉം 4-ഉം എന്തായാലും ഉണ്ട്. ഡികെ ഓഫ് ഓർഗാനിക് മാറ്റർ, വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പൊ ഒരു ഉത്തരം എന്ത് വരും? സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി. അപ്പം ഇതൊക്കെ പക്ക കോമൺ സെൻസ് ആണ്. നിങ്ങൾ ആലോചിക്കും, ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്തായാലും കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട്. അപ്പൊ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ആറ്റം, ഒരു കണികയെങ്കിലും കാർബൺ ഡയോക്സൈഡ് അതിൽ നിന്ന് പുറത്ത് വരില്ലേ? വന്നേ പറ്റുള്ളൂ. ഡികെ ഓഫ് ഓർഗാനിക് മാറ്റർ, അല്ലെ? എല്ലാത്തിനും അത് വരണ്ടേ? എന്ത് ഡീകെ ചെയ്യുമ്പോഴും കാർബൺ ഡയോക്സൈഡ് പുറത്തു വരാനുള്ള സാധ്യത ഇല്ല, ഓർഗാനിക് നേച്ചറിൽ എന്ത് ഡീകെ ചെയ്യുമ്പോഴും. അപ്പൊ അതിന് ഉത്തരം സി എന്നുള്ള ഉത്തരത്തിൽ വളരെ സ്മാർട്ട് ആയിട്ട് എത്താൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. സെയിം ഉത്തരം കിട്ടുന്ന മറ്റൊരു ചോദ്യം പറയാമോ? ഇതൊരു അഡ്വാൻസ്ഡ് ലെവൽ ടെക്നിക്കാണ്. ഇത് തൽക്കാലം ടെൻഷനുള്ള ആൾക്കാർ ഇത് എക്സസൈസ് ചെയ്യേണ്ട, എന്നാലും പറ്റുന്ന ആൾക്കാർ ഒന്ന് പറഞ്ഞോളൂ. സെയിം ഉത്തരം വരുന്ന രീതിയിൽ മറ്റൊരു ചോദ്യം ഫാബ്രിക്കേറ്റ് ചെയ്യാമോ? നമ്മൾ ആ ലെവലിലേക്കാണ് പോകുന്നത്. നമ്മൾ ചോദ്യം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം. ആ സമയത്താണ് ഗെയിം ചേഞ്ചിങ് നടക്കുന്നത്. ഈ ഞാൻ നേരത്തെ ചോദ്യങ്ങൾ കണ്ടു, ഉത്തരങ്ങൾ കണ്ടു. ആ ഉത്തരം കിട്ടുന്ന വേറെ ചോദ്യങ്ങൾ ഞാൻ പറയുന്നില്ലായിരുന്നു. യെസ്, ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത്തരത്തിൽ ഇതേ ചോദ്യം കിട്ടുന്ന വേറൊരു ചോദ്യം നിങ്ങൾക്ക് പറയാമെന്നുള്ള ചോദ്യം. യെസ്, അക്ഷയ, വെരി ഗുഡ്. ഗ്ലോബൽ വാർമിങ്ങിനെ സംബന്ധിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ കറക്റ്റ് ആവും, അല്ലെ? സൾഫർ എമിഷനെ പറ്റി ചോദ്യം വന്നു കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം. വോൾക്കാനിക് ഇറപ്ഷൻ, റെസ്പിറേഷൻ, ഡീകെ ഓഫ് ഓർഗാനിക്. വെരി ഗുഡ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട്, മേഘ, അനുപമ, വെരി ഗുഡ്. റീമ, യെസ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ.
ആഗോളതാപനം. യെസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലായി. എയർ പൊല്യൂഷൻ. ആഹാ, നല്ലൊരു ചോദ്യം. ഇതിനകത്ത് എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക? റീമ അതിനെ നല്ലൊരു ചോദ്യം, ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക? സെയിം ഉത്തരമാണ് വരിക. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ അതേ ചോദ്യം വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യം ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു അവസരത്തിലാണ് നിങ്ങൾ ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അല്ലെ? സോ സെറ്റ് ആയിക്കോ. വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെയ്തോ. കോമൺ സെൻസ് മാത്രം മതി. ഗ്രാമപ്രദേശത്തു കൂടെ അല്ലെങ്കിൽ വയൽ വരമ്പിൽ കൂടെ ഒരാവർത്തിയെങ്കിലും ജീവിതത്തിൽ നടന്നിട്ടുള്ള ആൾക്ക് ഉത്തരം കിട്ടും. നെൽപ്പാടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഒരു പശുവിനെ കാണുന്നു. ആ പശുവിന്റെ പുറത്തിരുന്ന്, പശുവിന്റെ പുറത്ത് ഈച്ച തിന്നുമല്ലോ, അങ്ങനെ തിന്നുന്ന ആളുണ്ട്. ആൽഫി, വെരി ഗുഡ്. അങ്ങനെ ആ കാഴ്ച കണ്ടിട്ടുള്ള ആൾക്ക് ഒരു ഉത്തരം കിട്ടും. അല്ലെ? യു ആർ വാക്കിംഗ് ത്രൂ എ കൺട്രി സൈഡ്. വളരെ ഗ്രാമീണ ഭംഗിയുള്ള സൈഡിൽ കൂടി നടന്നു പോകുന്നു. അവിടെ ചില പക്ഷികൾ കാറ്റിൽസ്, കന്നുകാലിയുടെ പുറത്തിരുന്ന് ഇൻസെക്ട്സിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ ഏതൊക്കെ പക്ഷികളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധ്യത എന്നാണ് ചോദ്യം. നിങ്ങൾ ഏതൊക്കെ പക്ഷികളെ കണ്ടിട്ടുണ്ട്? ഞാൻ എന്റെ നാട്ടിൽ കണ്ടിട്ടുള്ളത് മുറ്റത്തെ മൈനയെ മാത്രമാണ്, കോമൺ മൈന. ഈ പെയിന്റഡ് സ്ട്രോക്കിനെ ഒന്നും പശുവിന്റെ പുറത്തിരുന്ന്, സ്ട്രോക്ക് മീൻസ് കൊക്ക്, പെയിന്റഡ് സ്ട്രോക്ക്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൊക്ക്. വെള്ള കൊക്കിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെയിന്റഡ് സ്ട്രോക്ക് എന്താണ്? അത് എന്തോ വേറെ ഏതോ ഒരു കൊക്കിന്റെ വർഗ്ഗമാണ്. നിങ്ങൾ പെയിന്റഡ് സ്ട്രോക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. കോക്ക് അല്ല, കൊക്ക്. മറ്റേ ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ ഫിലിം റിവ്യൂ. റിവ്യൂ കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം അല്ലെ? അദ്ദേഹത്തിന്റെ ഫിലിം റിവ്യൂ ഉണ്ട്. കങ്കുവയുടെ റിവ്യൂ ഉണ്ടായിരുന്നു. കങ്കുവ, ഇത് എന്തുവാ? എനിക്ക് ഇത് കാണുമ്പം അതാണ് ഓർമ്മ വരുന്നത്. അപ്പം പെയിന്റഡ് സ്റ്റോർക്ക് ഏതെങ്കിലും ഒരു പശുവിന്റെ പുറത്തിരുന്ന് ഈച്ചയെ തിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളർ സ്ട്രോക്ക് ആയിരുന്നേ കൊള്ളാം. വെള്ളക്കൊക്കായിരുന്നേ കൊള്ളായിരുന്നു. എന്റെ നാട്ടിലുണ്ട് വെള്ളക്കൊക്ക്. ഇപ്പം ഉച്ചയ്ക്ക് വൈകി പോയി കാണാൻ പറ്റും. യെസ്, ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. വാട്ട് ബ്ലാക്ക് നെക്ക് ക്രെയിൻ. ക്രെയിൻ, അരയന്നം, കറുത്ത തലയുള്ള അരയന്നം. ഇതൊക്കെ എൻഡേഞ്ചർഡ്, എക്സ്റ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. എക്സ്റ്റൻഡ് അല്ല, എൻഡേഞ്ചർഡോ നിയർലി ത്രെട്ടൻഡ് ആയിരിക്കും. ഇതിനെ നിങ്ങൾ കണ്ട കറുത്ത കഴുത്തുള്ള ക്രെയിൻ പശുവിന്റെ പുറത്തിരുന്ന് കണ്ട് ഏതെങ്കിലും പിക്ചർ ഉണ്ടോ? പക്ഷെ മൈന, കോമൺ മൈന നമ്മൾ കാണാറുണ്ട്. കാക്ക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചു കാക്ക. ബട്ട് അപ്പൊ ഇതിന് ഉത്തരം വരും. കോമൺ സെൻസ് വെച്ച് അറിയുമ്പോൾ ഉത്തരം ബിയിലേക്ക് എത്തും. അതാണ് ചില ആൾക്ക് ചിന്തിച്ചെന്നറിയോ, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എങ്ങാനും ഉണ്ടെങ്കിലോ, പെയിന്റഡ് സ്റ്റോർക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിലോ, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ എവിടെങ്കിലും ഉണ്ടെങ്കിലോ. നിങ്ങളുടെ ലോജിക്ക് കറക്റ്റ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരുന്നു. ഇഫ് യു ആർ വാക്കിംഗ് ത്രൂ എ കൺട്രി സൈഡ്. ഇത് എല്ലാവരും കണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കാം, മറ്റേ ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോ ലോകത്ത് കോടിക്കണക്കിന് പശുക്കളുണ്ട്. ഏതെങ്കിലും ഒരു പശുവിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു കൊക്ക്, ബ്ലാക്ക് നെക്ലാറിന്റെ കൊക്ക് ഇരുന്ന് ഇത് കഴിച്ച സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ലെന്ന് ആലോചിക്കാം. പക്ഷെ ഇത് ജനറൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് വെരി സ്പെസിഫിക്. ഇഫ് യു ആർ വാക്കിംഗ് ത്രൂ എ കൺട്രി സൈഡ്. നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പിൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം നമുക്ക് 1, 2, 1, 3 ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അപ്പോ ചോദ്യകർത്താവിന്റെ ഒരു ഇന്റലിജൻസ് ആണ് ചോദ്യത്തിന് നമുക്ക് കാണാൻ പറ്റുക. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൽ വീണ് പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിനകത്തുള്ള ലോജിക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ എത്രയോ വോൾക്കാനെ പൊട്ടിത്തെറിക്കുന്നത്. ഏതെങ്കിലും ഒരു വോൾക്കാനെ ഒരു കണമെങ്കിലും പുറത്തായാൽ സ്റ്റേറ്റ്മെന്റ് ശരിയാവും. അപ്പൊ കോടിക്കണക്കിന് പശുക്കളുണ്ട്. ഏതെങ്കിലും കോടിക്കണക്കിന് പശുവിന്റെ പുറമെ എന്തെങ്കിലും ഒരു ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു കൊക്കൊന്നിരുന്നെങ്കിൽ ചെയ്യാത്തതാണ് ചോദ്യം. പക്ഷെ അങ്ങനല്ല. ഇഫ് യു വർ വാക്കിംഗ് ദ കൺട്രി സൈഡ്, അല്ലേ? യെസ്. മൈനയെ കണ്ടിട്ടില്ലേ? അയ്യോ, മൈനയുണ്ട്, മൈനയുണ്ട്. ഓക്കെ. അപ്പൊ പാറു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി കാക്കയെ കണ്ടിട്ടുണ്ട്, പക്ഷെ മൈനയെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ പഴയ തിയറിയിലേക്ക് പോവാം. ശരി ഉത്തരം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം സെലക്ട് ചെയ്യും? അപ്രോപ്രിയേറ്റ് ഉത്തരം സെലക്ട് ചെയ്യും. ഈ കൂട്ടത്തിൽ അപ്രോപ്രിയേറ്റും കാണാൻ സാധ്യതയുള്ള, നാട്ടിൻ പുറത്തൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരേ ഒരു പക്ഷി ഏതാന്ന് നോക്കിയാൽ മതി. അതിന്റെ ഐഡിയ മനസ്സിലായോ? അപ്പം മൈന മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ജനറലി അങ്ങ് നാട്ടിൻ പുറത്ത് കാണാൻ സാധ്യതയുണ്ടോ? അല്ലേ? ഓ, എക്സാക്ട്ലി വിഷ്ണു, അത് കൊള്ളാം. അപ്പൊ എപ്പോഴും നിങ്ങൾ കറക്റ്റ് ഉത്തരം തേടി പോകണമെന്നില്ല. അപ്രോപ്രിയേറ്റ് ഉത്തരം തേടി പോയാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. 20 എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല.
കോമൺ എന്നാണ് കീവേഡ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു അപ്രോച്ച് ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, എനിക്കറിയാം. ഒരു പുതിയ കുറച്ച് അപ്രോച്ച് ആണ് തന്നിട്ടുള്ളത് അല്ലെ? ഇറ്റ്സ് ഗുഡ് ആൻസർ. ദാറ്റ് ഇസ് എ ഗുഡ് ലോജിക്. ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഈ ലോജിക് എല്ലാം ഡൈജസ്റ്റ് ആവുന്നുണ്ടോ? നമ്മുടെ സ്ഥിരം സ്റ്റുഡൻസിന് ഡൈജസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. പുതിയ സ്റ്റുഡൻസ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? കോൺഫിഡൻസ് കൂടുന്നുണ്ടോ? ഇത് സെറ്റ് ആക്കാം, ഇതിന് ആത്മവിശ്വാസം നിങ്ങൾക്ക് കൂടുന്നുണ്ടോ? ഇത് സിവിൽ സർവീസസിന്റെ ചോദ്യപേപ്പറാണ്. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എന്ത് ചെയ്യാം? പി എസ് സിയുടെ തന്നെ ചോദ്യപേപ്പർ ഞാൻ കൊണ്ടുവരാം. ഇതൊരു ഫൗണ്ടേഷൻ പോലെ കണ്ടാൽ മതി. യു പി എസ് സിയുടെ ചോദ്യപേപ്പറുകൾ വെച്ച് നമ്മൾ ഈ തലച്ചോറിൽ മൂർച്ച കൂട്ടി വെക്കുക. പക്ഷെ ഇത് ഇതേ രീതിയിലല്ല പി എസ് സിയിൽ വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ മാറ്റും. അപ്പൊ എന്റെ ലക്ഷ്യം തന്നെ ഇതാണ്. നിങ്ങളൊക്കെ സ്വപ്നം കാണേണ്ടത് സിവിൽ സർവീസ് പരീക്ഷയാണ്. പി എസ് സി പരീക്ഷ എഴുതുക, നല്ലൊരു ജോലി കരസ്ഥമാക്കുക, അങ്ങനെ ഭാവി സെക്യൂർ ആക്കുക. സേഫ് ആക്കി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാം. സിവിൽ സർവീസസ് പോലുള്ള പരീക്ഷകൾ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസ് അങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ക്ലിയർ ചെയ്തു, 6 മാസം കുത്തി ക്ലിയർ ചെയ്തു, അവരിപ്പോ യു പി എസ് സിക്ക് പഠിക്കുകയാണ്. അപ്പോ ഇത് പ്ലാൻ ബി ആയിട്ട് കാണുക. നിങ്ങളുടെ പ്ലാൻ എ എപ്പോഴും എന്തായിരിക്കണം? യു പി എസ് സി ആയിരിക്കണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ ഈസി ആയിട്ട് മാറും, ഭയങ്കര ഈസി ആയിട്ട് മാറി പി എസ് സി പഠനം എന്നൊരു പ്രോസസ്സ്. ആ ഒരു മിഷനിൽ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്താലോ? സെറ്റ് ആണ്. സെറ്റ്. അപ്പം കീപ് പുഷിംഗ് ദ കോമ്പറ്റീഷൻ. അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറെ പി എസ് സി ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പി എസ് സി ചോദ്യ പേപ്പറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? മണി ഇപ്പൊ 9 മണി ആയല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ. സെറ്റ്.